നമസ്കാരം. ഞാന് ഇന്ന് പറയുന്നത് എന്തോന്നറിയോ, NLP എന്ന് പറയും. ഈ NLP എന്ന് പറയുന്ന സാധനം കൃത്യമായി നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടതാ. എന്തിനാണെന്ന് ചോദിച്ചാൽ, നമ്മുടെ നമ്മുടെ ജീവിതത്തിലെ വിജയത്തിന് ഈ NLP വളരെയേറെ ഗുണം ചെയ്യും. ഓക്കെ, ഈ NLP ഞാൻ മനസ്സിലാക്കുകയും NLP ഒക്കെ കേട്ടിട്ടുണ്ടെങ്കിലും ഞാൻ PP വിജയൻ സാറിന്റെ അവിടെ പോകുമ്പോഴേ ഈ NLP യെ പറ്റി കൃത്യമായ രീതിയിൽ മനസ്സിലാക്കുന്നത്. പഠിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ജീവിതത്തിൽ ഏറ്റെടുക്കുന്ന സാധനം. അപ്പൊ ഈ ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാം എന്ന് പറയുന്നത് നീ അത് കേട്ടിട്ടില്ല? ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിങ് ഒരു നമ്മുടെ തലച്ചോറിലോട്ട് നമ്മൾ വേറൊരു പ്രോഗ്രാമിങ് കയറ്റി കൊടുക്കുക. മനസ്സിലാവുന്നോ? നമ്മൾ ഈ ഒരു വയറിംഗ് നടത്തി വെച്ച് ഈ വീട്ടിലെ ഇലക്ട്രിസിറ്റി ചെയ്യുന്നത് പോലെ നമ്മളെ ഒരു സിസ്റ്റം അങ്ങ് ചെയ്തു വെച്ചേക്കുക. അങ്ങനെ വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? എന്ത് കൺസെപ്റ്റിനെയും ആ രീതിയിൽ തന്നെ എന്ത് ചെയ്യും? ഏറ്റെടുക്കും. അതൊക്കത്തില്ല. കാരണം ഞാൻ അതുകൊണ്ടാ പറയുന്നേ, ഈ 2012 ഈ ആൽഫ സ്റ്റേജ് എന്നൊക്കെ പറയത്തില്ലേ, ഈ ജെൻസി കഴിഞ്ഞിട്ട് വരുന്നേ, അതിനുശേഷം ലോകം മാറിപ്പോയി. കാരണം ഇപ്പം പണ്ടത്തെ ഏത് നേതാവും ഇന്ന് ജീവിച്ചിരുന്നെങ്കിൽ അവന്മാരെ നേതാവാകത്തില്ല. കാര്യം എന്താ? ബുദ്ധിയുണ്ട് പറ. സോഷ്യൽ മീഡിയ വന്നുകൊണ്ട് എവിടെയും ക്യാമറയാ. ഒരു കാര്യം ഉടായിപ്പം നടക്കത്തില്ല. നരേന്ദ്രമോദി തന്നെ ഇപ്പൊ ഇച്ചിരി വെള്ളം കുടിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുക. കാരണം എന്തെന്ന് വെച്ചാൽ കൃത്യമായ രീതിയിലേക്കുള്ള ഇവർ ഈ കറന്ന ക്യാമറ കണ്ണു വെച്ച് ഒപ്പുക. ഇറ്റ്സ് എ ഫാക്ട്, റിയാലിറ്റി എന്നുള്ള അത് നമ്മൾ അതിന് പറയുന്നതെന്ന് പറഞ്ഞാൽ ചിലയിടത്തൊക്കെ നമുക്ക് AI ആണെന്നൊക്കെ പറയാൻ പറ്റും എന്നുള്ളതേ ഉള്ളൂ. അങ്ങനെ ഒപ്പോസ് ചെയ്യാം. പക്ഷെ റിയാലിറ്റി എന്ന് പറയുന്ന സാധനം അതുപോലൊരു മനുഷ്യൻ മൊത്തം ഒരു റീവയറിങ്ങിന്റെ അവസ്ഥയിലേക്ക് എത്തി. മനസ്സിലാവുന്നു? തലച്ചോറ് മൊത്തത്തിൽ നമുക്ക് മാറ്റിക്കളയാൻ പറ്റും. അത് നമുക്ക് പണ്ടറിയത്തില്ല. മനസ്സിലാവുന്നു? ഇന്നിപ്പം മെഡിറ്റേഷൻ പോലുള്ള സാധനങ്ങൾ വെച്ചിട്ട് നമ്മളെ മൊത്തത്തിൽ നമുക്ക് മാറ്റിക്കളയാൻ പറയും. നമ്മുടെ മൊത്തം ക്യാരക്ടർ പോലും അടിച്ച് അയ്യത്ത് കളയാൻ പറ്റും. പക്ഷെ അതിന് എന്തുണ്ടായാൽ മതി? അതങ്ങെടുത്ത് കളയാം. വലിയ ട്രെയിനിങ് അല്പം ട്രെയിനിങ് ഉണ്ടായാൽ മതി. മനസ്സിലാവുന്നു? അതിനൊക്കെ ഉള്ള മെത്തേഡ് ഇന്നുണ്ട്. അപ്പൊ അതിനകത്തൊക്കെ ഈ ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ മനസ്സിനെ മനസ്സിലാക്കും. മനസ്സിലാവുന്നു? അപ്പൊ നമ്മുടെ തലച്ചോറ് എങ്ങനെയാണ് കൃത്യമായി ശാസ്ത്രീയപരമായും വിദ്യാഭ്യാസത്തെയും ടെക്നോളജിയുമായി ബന്ധിപ്പിക്കും. വലിയൊരു മാറ്റം ഉണ്ടാക്കും. NLP എന്ത് ചെയ്യുന്നേ? മനുഷ്യ മനസ്സിനെ മനസ്സിലാക്കും. നീ എങ്ങനെയാണെന്ന് കൃത്യമായ അങ്ങ് മനസ്സിലാക്കുക. എന്നിട്ട് ശാസ്ത്രപരമായി വിദ്യാഭ്യാസപരമായി ടെക്നോളജിപരമായി ഇതിനെ അങ്ങ് ബന്ധിപ്പിക്കും. നമ്മളോട് പറയുക, നമ്മുടെ പകുതി ജോലികൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ മനസ്സിലുണ്ട്. ഇതിനെല്ലാം ഇതൂടെ കേറ്റണമെന്നുള്ളത് നമ്മളെ ബോധ്യപ്പെടുത്തും. പണ്ട് വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് ചെയ്യുന്നത്. എല്ലാം പള്ളി പട്ടം അങ്ങനെ പറഞ്ഞും കേട്ടു നോക്കി. ഇപ്പൊ അങ്ങനെ അല്ല. ഇപ്പൊ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ മൈൻഡ് എന്ന് പറയുന്ന സാധനത്തെ ഈ ടെക്നോളജിയുടെ കടന്നുവരവ് ഭയങ്കരമായിട്ട് അങ്ങോട്ട് എഫക്ട് ചെയ്യാൻ തുടങ്ങി. മനസ്സിലാവുന്നോ? അപ്പൊ അങ്ങനെ നമുക്ക് അന്നേരം ശാസ്ത്രത്തെയും ടെക്നോളജിയെയും നമ്മുടെ അറിവിനെയും, ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ പറയുന്ന നിനക്ക് ഞാനൊരു അറിവ് തരുന്നു, അല്ലെ നമുക്കൊരു അറിവ് കിട്ടുന്നു ഒരു ബുക്കിൽ നിന്ന്. പക്ഷെ അത് എന്റെ തലച്ചോറിൽ അല്ലെ നമ്മുടെ തലച്ചോറിൽ കയറുമ്പോഴാണ് അതിന് ഡിഫറെന്റ് മീനിങ് വരുന്നത്. മനസ്സിലാവുന്നു? അപ്പൊ അവിടെ നമുക്ക് വന്ന മാറ്റത്തെ യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കുന്ന അവിടെ ഒരു സിനിമ കാണാൻ പോയിട്ട് നമ്മൾ എല്ലാവരും കൂടെ ഒരു സിനിമ കാണാൻ പോകുന്നു. ആ സിനിമയെ വേറെ രീതിയിലേക്ക് നമുക്ക് എഴുതി മാറ്റാൻ പറ്റുന്നു. ഒക്കെ അല്ലെന്നുണ്ടെങ്കിൽ അതിനകത്ത് നിന്ന് കിട്ടുന്ന ചിന്തിക്കാനുള്ള ബോധം. യെസ്, അത് മാറുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് പഠിക്കുന്നത്. ഈ NLP എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ കുഞ്ഞുങ്ങളിൽ പഠിപ്പിക്കണം. ഞാൻ അതുകൊണ്ട് ഇപ്പൊ നീ എന്നോട് പറഞ്ഞു ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾ വന്നില്ല, അവര് ലേറ്റ് ആയത് ചേട്ടന്റെ മോടെ കല്യാണം ആയതുകൊണ്ട് ലേറ്റായി. അപ്പൊ നീ എപ്പോഴും പറയും കൊച്ചുങ്ങളല്ലേ ഉറങ്ങിട്ട്. നമുക്ക് ഈ റീവയറിങ് ചെയ്യുന്നതിന് ഏറ്റവും അവസാനം നമ്മുടെ വീട്ടിൽ തന്നെ ഇടിഞ്ഞു പൊളിക്കാൻ വെച്ചേക്കുന്ന ഒരു വീടാന്ന് വെച്ചോ, അതിനകത്ത് പിന്നെ നമ്മൾ റീവയറിങ്ങിനെ പറ്റി ചിന്തിക്കും? ഇല്ല. അപ്പൊ എല്ലാത്തിനും ഒരു പീരീഡ് ഉണ്ട്, അതിനകത്ത് ചെയ്യണം. അതുകൊണ്ട് കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തെ ഞാൻ എപ്പോഴും പറയും, ഈ സാധാരണ ആൾക്കാരുണ്ടല്ലോ ജീവിതത്തിൽ, ഈ സാധാ ജോലി ചെയ്ത് ജീവിക്കുന്ന അവരുടെ ജീവിതത്തിൽ അവർക്ക് വലിയ സന്തോഷം കിട്ടിയിട്ടില്ല. ഇത് ഞാൻ പറയുമ്പോൾ ഇവർ ഉൾക്കൊള്ളില്ല. അവർക്ക് അങ്ങനെ ജീവിക്കുന്ന അവർക്ക് അങ്ങനെ ഒരു സാധനം ഇല്ല.
നീ സന്തോഷിച്ച് ജീവിക്കാനാ ഈ പറയുന്ന വീട്ടിൽ ഇരുന്ന് സ്തോത്രം ചെയ്ത് ജീവിക്കാനാന്നുണ്ടെങ്കിൽ നീ ജീവിക്കേണ്ട കാര്യമില്ല. പക്ഷെ നമുക്കത് അവരോട് പറയണമെന്നുണ്ടെങ്കിൽ അവർക്ക് ആ വിദ്യാഭ്യാസം കൊടുത്തിട്ടേ അവരോട് പറഞ്ഞാലേ അവർ അംഗീകരിക്കും. ചിന്ത അങ്ങനെയാണ്. ആ ചിന്ത ആക്കിയതാരാ? സൊസൈറ്റിയാ. സൊസൈറ്റിക്ക് എന്താ വേണ്ടേ? മനുഷ്യര് വേണം. യവനെ നേതാവാക്കാൻ വേണ്ടി മാത്രം മതി. അക്സെപ്റ്റൻസ് അങ്ങനെ മതി. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? വിദ്യാഭ്യാസം, റിയൽ വിദ്യാഭ്യാസം കൊടുക്കത്തില്ല, അറിവ് കൃത്യമായി കൊടുക്കത്തില്ല. യവൻ എന്ത് ചെയ്യണം? യവന് നേതാവുകയും യവന് തിന്നുകയും യവന് കുടിക്കുകയും യവന് യാത്ര ചെയ്യുകയും ചെയ്യണം. പക്ഷെ അത് ഈ കൊച്ചുങ്ങളില് ഞാനീ പറഞ്ഞില്ലേ, നമ്മുടെ ഈ പറയുന്ന ഈ ആൾക്കാരുണ്ടല്ലോ, ഇപ്പൊ ഞാൻ പറഞ്ഞ ഈ പാവപ്പെട്ടവര്, അവരവരുടെ മക്കൾക്ക് ശരിയായ വിദ്യാഭ്യാസം കൊടുക്കണം. ആ മാറ്റമാണ് റിയൽ ഫാക്ട് എന്ന് പറയുന്നത്. അപ്പൊ യവന്മാരെല്ലാം ഭരണം നടത്തുന്നു. ഞാൻ സമഗ്ര വികസനം എന്ന് പറയുമ്പോൾ യവന്മാർ എന്നെ ചീത്ത വിളിക്കും. ഈ വികസനം എന്ന് പറയുന്നത് ഇതാണ്. നിങ്ങളുടെ മനസ്സിന് സന്തോഷം കിട്ടണം. നിങ്ങളുടെ മനസ്സിന് എങ്ങനെയാ സന്തോഷം കിട്ടണ്ടേ? നിങ്ങളുടെ തലച്ചോറിന് ആവശ്യമായ, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ ലോകത്തെ പറ്റിയുള്ള വിവരം കൊടുത്തോണ്ട് വേണം. അറിവ് കിട്ടാതിരുന്നിട്ട് പിന്നെ എന്താ കാര്യം? അതാണ് ഈ അറിവ് കിട്ടിയിട്ടേ അവനെന്ത് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് വിദ്യാഭ്യാസം എങ്ങനെ കൊടുക്കണം? കൃത്യമായി കുട്ടികൾക്ക് കൊടുക്കണം. മനസ്സിലാവുന്നോടെ? ഈ കൃത്യമായ വിദ്യാഭ്യാസം കൊടുത്തില്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ജീവിതകാലം മൊത്തം കുന്താലി എടുത്ത് കളയും. കളച്ച് നമ്മളങ്ങ് മരിക്കും. ഇതാണ് അവന് വേണ്ടത്. അപ്പൊ അവന് ആവശ്യമായ എന്തോ കിട്ടി, ഉരുളക്കിഴങ്ങും കിട്ടി, അമ്മന്തിയും കിട്ടി, എല്ലാം കിട്ടി, അവന് കപ്പ കിട്ടി, എല്ലാം കിട്ടി. കാരണം ഇവൻ മരിച്ചു പോകും. അപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, യെസ്, ഈ പൊട്ടക്കിണറ്റിക്കടുത്ത് ഇട്ടേക്കുന്ന സിസ്റ്റത്തിൽ മാറണമെന്നുണ്ടെങ്കിൽ അവിടെയാണ് ഈ വിദ്യാഭ്യാസം ചെല്ലേണ്ടത്. പിന്നെ വേറെ കാര്യമുണ്ട്. ഈ വിദ്യാഭ്യാസം ഇന്ന് BJP പഠിപ്പിക്കുന്ന വിദ്യാഭ്യാസം ഒക്കത്തില്ല. NEP ആയാലും അങ്ങനെ ജാതിയും ചുതിയൊന്നുമല്ല. അതൊന്നുമല്ല അവർ ചെയ്യുന്നത്. അവർ പാസ്റ്റിലേക്ക് പോകും. പഴയ കാലങ്ങളിൽ ചരിത്രം പഠിക്കണമെന്നൊക്കെ പറയും. ഒരു കാരണവശാലും ചരിത്രത്തെ പഠിപ്പിക്കണ്ട. നീ വരുന്നതിനെ പറ്റി പഠിപ്പിക്കണം. എടേ, നീ ഇപ്പം മരിക്കുന്നതിന് മുമ്പ് അവരിതെല്ലാം അനുഭവിക്കും. യെസ്, ഇത് മാത്രമേ സ്വപ്നത്തിൽ ഉണ്ടാകാവൂ. എനിക്ക് ഈ ലോകത്ത് മനസ്സിലാക്കേണ്ട സംഭവങ്ങളുണ്ടെന്ന് ഇവിടുത്തെ സാധാരണക്കാരൻ പഠിക്കണം. ഇത് ദളിതന്റെ അടുത്താണ് ഈ വിദ്യാഭ്യാസം കയറ്റി കൊടുക്കുന്നത്. അവൻ സ്വതന്ത്രനാവാൻ പഠിക്കുമ്പോൾ ഇവിടുത്തെ സിസ്റ്റം തെറ്റും. ഞാൻ അതുകൊണ്ടാണ് പറയുന്നത്, വിദ്യാഭ്യാസം കൃത്യമായി കൊടുക്കും. അതാണ് വികസനം. ഏത് വിദ്യാഭ്യാസം? സമഗ്ര വിദ്യാഭ്യാസം കൊടുക്കണം. അല്ലെന്നുണ്ടെങ്കിൽ അവന്മാർ എന്ത് ചെയ്യുന്നറിയോ? വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഇനിയും തറയെ പനാന്ന് പറയും. ഈ സമഗ്ര വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ ഒരാളുടെ ശാരീരികവും മാനസികവും ആത്മീയപരവുമായ വളർച്ചയ്ക്ക് ഉതകുന്ന വിദ്യാഭ്യാസം കൊടുക്കണം. അവന് ചിന്തിക്കാൻ പറ്റണം. അല്ലെന്നുണ്ടെങ്കിൽ വിദ്യാഭ്യാസം കൊണ്ട് അർത്ഥമില്ല. അല്ല, അവൻ എന്ത് ചെയ്യും? ലോട്ടറി എടുത്ത് പൈസ കളയും, അവൻ മദ്യപിച്ച് സമയം കളയും, എന്നിട്ട് അവൻ പറയും ഐ എം വെരി ഹാപ്പി. മനസ്സിലായോ? അവന്റെ പെണ്ണുമ്പിള്ളേക്കും വീട്ടിൽ നിന്ന് റേഷൻ അരിയോട് ഫുഡ് കഴിക്കുന്നുണ്ട്. അവൻ ചിന്തിക്കും എന്റെ ഭാര്യ ഹാപ്പിയാണെന്ന്, എന്റെ കുട്ടി ഹാപ്പിയാണെന്ന് വിചാരിക്കും. പക്ഷെ അവരോട് ഇവൻ ഒരു ദിവസം അവരെ കൊണ്ട് എവിടെ പോണം? ഒരു വീട് വീട് പണയപ്പെടുത്തി സ്വിറ്റ്സർലൻഡിൽ പോണം. വീട് പണയപ്പെടുത്തി പോണം. അപ്പൊ ഇവൻ വന്നിട്ട് ഇവൻ ലോൺ എടുക്കുന്ന എന്തിനായിരിക്കണം? ഇങ്ങനൊക്കെ കറങ്ങാനായിരിക്കണം. അന്നേരം അവന്റെ കുട്ടികളിൽ വ്യത്യാസം വരും. മാറ്റങ്ങളെ ഇങ്ങനെ കൊണ്ടുവരാൻ പറ്റുന്ന ഒരു മാറ്റം. അതിനെന്താ കാരണം? നമുക്ക് അങ്ങനെയുള്ള നേതൃത്വങ്ങൾ വരുന്നില്ല. നമ്മുടെ നേതൃത്വങ്ങളൊക്കെ എന്താണ്? അവനോട് ഞാനിത് പറഞ്ഞാലും ഞാൻ പൊട്ടനാന്ന് അവൻ പറയും. അവർക്ക് ഇങ്ങനെ ഇരിക്കുന്നതാണ് ഇഷ്ടം. അതാണ് പ്രശ്നം. ഇങ്ങനെയുള്ളവനെയാണ് മത്സരിപ്പിക്കുന്നത്. ഞാൻ ഈ പറയുന്ന ആശയത്തെ ഉൾക്കൊള്ളുന്ന ഒരുത്തൻ എന്താവുന്നില്ല, നേതാവാവുന്നില്ല. മിനിമം ഡിഗ്രി എങ്കിലും ക്വാളിഫിക്കേഷൻ, അതൊന്നും കാര്യമൊന്നുമില്ല. അതൊക്കെ വേണമെന്നേ. ഞാൻ ചോദിക്കാം, ഇവിടെ ഇനി കേരളത്തിലെ സ്ത്രീകൾ ഒരു 70% സ്ത്രീകൾക്കും ഇന്നത്തെ കാലഘട്ടത്തിലെ കുട്ടികൾക്ക്, വൺ ഹു ഈസ് ബിലോ 30, they have degrees, but they are kept their certificates in the alamara. They're safe ആയിട്ട് സൂക്ഷിച്ചു വെച്ചേക്ക for what they don't know. മനസ്സിലാവുന്നു? അവർ അങ്ങനെ അങ്ങ് മരിക്കും. പക്ഷെ അവരോട് പറഞ്ഞു കൊടുക്കണം, here is an opportunity for you to പ്രൂവ് യുവർ സെൽസ്. പ്രൂവ് ചെയ്യുന്നതിനെ പറ്റിയാ പറയേണ്ടത്. നീ മരിക്കുന്നതിന് മുമ്പ് നിന്റെ സാധ്യതകൾ പറഞ്ഞു തരണം. പോസിബിലിറ്റീസ്. യു ഹാവ് എ ചാൻസ് ടു എസ്കേപ്പ് ഫ്രം യു. എവിടുന്ന? നിന്റെ കയ്യിലിരിക്കുന്ന ഫോണിൽ നോക്കൂന്ന് അവനോട് പറഞ്ഞു കൊടുക്കണം. എടേ, നീ പറഞ്ഞില്ലേ ഒരു ചേച്ചി ദോശ ഉണ്ടാക്കി എന്ത് ചെയ്യുന്നു? ഫേസ്ബുക്കിൽ കൂടെ വരുമാനം ഉണ്ടാക്കുന്നു. മനസ്സിലാവുന്നോ? അതെങ്ങനെയാണ് അവതരിപ്പിക്കുന്നത്? എങ്ങനെ അവരവരുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യം പറഞ്ഞിട്ട് ഇറ്റ്സ് കൺവേർട്ടഡ് ആസ് ആൻ എന്റർടൈൻമെന്റ്.
മനസ്സിലാവുന്നോ? ഇവരോട് ഈ വിദ്യാഭ്യാസം കൊടുക്കണം. നമ്മൾ ഈ പറയുന്ന ഈ കൊടി ഇലക്ഷൻ സമയത്ത് ആയിരക്കണക്കിന് എണ്ണം വേണം. ഈ കൊടി ഉണ്ടാക്കാൻ പഠിപ്പിക്കണം. അതുകൊണ്ട് ആ മരത്തിനകത്തുനിന്ന് വെട്ടി അല്ലെങ്കിൽ ചുള്ളി ഇപ്പൊ കെട്ടിക്കൊടുക്കുക വിറക്. ഇത് ബോധ്യപ്പെടണം. ഇതാണ് ട്രാൻസ്ഫോർമേഷൻ. യു ഗോട്ട് നോളജ് ഫ്രം ദ സ്കൂൾ ഓർ അതർ ഫ്രം ദ ബുക്സ് ഓർ എനിവേ. അതിനെ നീ കൺവേർട്ട് ചെയ്യുന്നത് ആരാണ്? ആ കൺവേർഷൻ എന്തായി മാറണം? യു ഗോട്ട് ഇൻഫർമേഷൻ. ആ ഇൻഫർമേഷനെ നിന്റെ ഉള്ളിൽ ഇട്ട് ട്രാൻസ്ഫോർമേഷൻ ആക്കണമെന്നുണ്ടെങ്കിൽ യു നീഡ് എ സ്പെഷ്യൽ നോളജ്. അതാണ് സ്വയം പര്യാപ്തമായ വിദ്യാഭ്യാസം. അത് കിട്ടാനുള്ള സാഹചര്യത്തിലേക്ക് മാറണം. NLP-യിലേക്ക് പോവാം. അപ്പൊ ഞാൻ NLP എന്തായിരുന്നു പറഞ്ഞേ? ന്യൂറോ ലിംഗ്വിസ്റ്റിക് ലാംഗ്വേജ് പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നതാണ് ഞാൻ ഈ പറഞ്ഞ സംഭവം. അപ്പൊ ഇനി എന്താ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, ന്യൂറോ എന്ന് പറഞ്ഞാൽ എന്തോന്നറിയാമല്ലോ? നമ്മുടെ ചിന്തകള്, വികാരങ്ങള്, മനസ്സിലാവുന്നോ? ഇങ്ങനെയുള്ള സാധനങ്ങള്. പിന്നെ ലിംഗ്വിസ്റ്റിക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്തുവാ? ലാംഗ്വേജ്. മനസ്സിലാവുന്നല്ലോ. അപ്പം ചിന്തകള്, വികാരങ്ങള്, ഓർമ്മകള്, ഇതൊക്കെ ഉള്ള ഒരു ലാംഗ്വേജ്. മനസ്സിലാവുന്നു? ഈ ഭാഷ അല്ലെങ്കിൽ വാക്കുകളെ നമ്മൾ പ്രോഗ്രാം ചെയ്യുക. എന്താണ്? അപ്പൊ നമ്മുടെ ചിന്തകൾ എന്താണെന്നോ, മനസ്സിലാവുന്നോ? നമ്മുടെ ചിന്തകളെയും നമ്മുടെ ഓർമ്മകളെയും ഇതിനെയെല്ലാം നമ്മൾ പ്രോഗ്രാമിങ് ചെയ്യുന്നു വിത്ത് ഹെൽപ്പ് ഓഫ് എ ടെക്നോളജി. അതർവൈസ് ഞാൻ പറഞ്ഞ ഈ സാധനങ്ങളെല്ലാം വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? അത് നമ്മുടെ ഗുണത്തിനായി ഉപയോഗിക്കുന്നു. മനസ്സിലാവുന്നോ? നീ ഓർക്കുന്നുണ്ടോ? നിന്നെ ഞാൻ വിവാഹം കഴിച്ച 2009 കേട്ടോ. അപ്പൊ നീ അന്ന് 9 അന്ന് നീ പറയുന്ന കേട്ടിട്ടില്ലേ? എപ്പോഴും ഒന്ന് ഫോണാ. എന്നാൽ അന്ന് നമ്മൾ യഥാർത്ഥത്തിൽ ഫോൺ ഉപയോഗിച്ചായിരുന്നെങ്കിൽ നമ്മുടെ ലൈഫ് എവിടെ പോയി നിന്നേ? ഇവിടെ എല്ലാം ബാലഗോപാലിന്റെ പടം. എന്നാ നമുക്ക് ഐഷാപ്പൂട്ടിയുടെ പടം കൂടെ കാണിച്ചേ. അല്ലെങ്കിൽ അവരെ കാണിച്ചോണ്ട് ഐഷാപ്പൂട്ടി. അപ്പൊ ഇനി എന്തോന്ന് ചോദിച്ചാൽ, ഒരു മനുഷ്യൻ എങ്ങനെ ചിന്തിക്കുന്നു, സംസാരിക്കുന്നു, എങ്ങനെ പ്രവർത്തിക്കുന്നു, എങ്ങനെ മനസ്സിലാക്കുന്നു, സ്വയം മെച്ചപ്പെടുത്തുന്നുണ്ടോ, വിജയിക്കാൻ ഇതെല്ലാം വിജയിക്കാൻ അവനെ സഹായിക്കുന്ന ഒരു ശാസ്ത്രീയ പഠനമാണ് NLP. എന്തോ ഒരു മനുഷ്യൻ എങ്ങനെ അവൻ എങ്ങനെ ചിന്തിക്കുന്നു, എങ്ങനെ സംസാരിക്കുന്നു, എങ്ങനെ പ്രവർത്തിക്കുന്നു, സ്വയം മെച്ചപ്പെടുന്നുണ്ടോ, അവൻ വിജയിക്കാനും അവനെ ഇതിനൊക്കെ വേണ്ടി വിജയിക്കാൻ വേണ്ടി അവനെ എന്ത് ചെയ്യുന്നു? സഹായിക്കുന്ന ഒരു ശാസ്ത്രീയ പഠനം. നമ്മൾ എപ്പോഴും കാണേണ്ടത് എന്താണെന്നറിയാം? പൊറോട്ട ഉണ്ടാക്കാൻ അറിയാം എന്ന് പഠിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് ഇതേ മനസ്സിൽ. പക്ഷെ ഇത് പൊറോട്ടയാക്കിയെടുക്കാനുള്ള അതിനെ പൊറോട്ടയാക്കുന്ന ഒരു ട്രാൻസ്ഫോർമേഷൻ പോലെ നമ്മുടെ ജീവിതത്തിലും നമ്മൾ എന്താവണം? നമുക്ക് ആ ട്രാൻസ്ഫോർമേഷൻ വരണം. നീ നല്ല വിദ്യാഭ്യാസമുള്ള സ്ത്രീയാണ്. വാട്ട് ഈസ് യുവർ അംബീഷൻ, അല്ലെ വാട്ട് ഈസ് യുവർ ഡിസയർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യു ഷുഡ് ഹാവ് ആൻ ആൻസർ. വേണ്ടേ? ആ ആൻസർ പറയാനുള്ള പ്രാപ്തരാക്കുകയും ആൻസർ നേടാനുള്ള സംവിധാനം ഉണ്ടാക്കുകയും ചെയ്യണം. മനസ്സിലാവുന്നു? അപ്പൊ NLP എന്തോന്ന് മനസ്സിലായോ? കുട്ടികളിൽ ഇത് എങ്ങനെ ഗുണം ചെയ്യും പറയാമോ? അവരുടെ ചൈൽഡ്ഹുഡിൽ തന്നെ മാറ്റങ്ങൾ വരുത്തിയ ഒന്ന് ആത്മവിശ്വാസം കൂട്ടും. തീർച്ചയായും. മനസ്സിലാവുന്നു? എനിക്ക് പേടിയാ ഞാൻ മനുഷ്യ പേടിച്ചു. മനസ്സിലാവുന്നു? അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ കൊച്ചുനാളിൽ നമ്മൾ പഠിപ്പിക്കും കൊച്ചിന്റെ തലയിലോട്ട് എന്തോ അതാണ് ഒരു വയറിങ്. പ്രേതം വരും പിടിച്ചോണ്ട് പോകും. മനസ്സിലാവുന്നോ? അങ്ങനെ വെച്ചേക്കുന്ന ഒരു സാധനം. പേടി, പരീക്ഷ ഭയം, ഒരു ഫിയർ, സ്റ്റേജ് ഫിയർ. മനസ്സിലാവുന്നു? ഇതെല്ലാം മനസ്സിനെ നിയന്ത്രിക്കുന്ന. മനസ്സിലാവുന്നു? ഇത് എന്ത് ചെയ്യാം? ഇതൊക്കെ ഇല്ലാതാക്കണമെന്നുണ്ടെങ്കിൽ NLP സഹായിക്കും. മനസ്സിലാവുന്നു? മനസ്സിനെ അങ്ങ് നിയന്ത്രിച്ച് ഇതൊന്നും ഒരു പ്രശ്നമല്ല. നമ്മുടെ കൊച്ചുങ്ങളെ പോലെ അങ്ങ് ചിന്തിപ്പിക്കും. മനസ്സിലാവുന്നു? പിന്നെന്ന് പറഞ്ഞാൽ NLP സഹായിക്കുന്ന മെമ്മറി കൂട്ടും, ശ്രദ്ധ കൂട്ടും. മനസ്സിലാവുന്നു? മെമ്മറിയും ശ്രദ്ധയും കൂട്ടുന്നത് ഇതിന്റെ ഒരു ഭാഗമാണ്. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ മെച്ചപ്പെടും. മനസ്സിലാവുന്നോ? ആ സമയത്ത് നമ്മൾ ചിന്തിച്ചാ സംസാരിക്കുന്ന കൂടുതലും. അപ്പൊ നമ്മുടെ ഇപ്പൊ യഥാർത്ഥത്തിൽ എന്താ ചെയ്യുന്നേ? ഇപ്പൊ അൻസാരി, അതാണ് നമ്മുടെ ഒരാൾ അൻസാരി നിലമേല് പുള്ളിക്കാരൻ പൈസ ഉണ്ടാക്കും. ഈ പൈസ അയാള് നിലമേല് നിന്നുകൊണ്ടിട്ട് റൊട്ടേറ്റ് ചെയ്യും. അയാൾ ജീവിച്ചോ? ഇത് അയാളുടെ തലച്ചോറിൽ ഞാൻ കയറ്റി കൊടുക്കണം. അതിന് NLP ഇമ്പോർട്ടന്റാ. അയാളല്ലെന്നുണ്ടെങ്കിൽ എന്താ ന്യായം പറയും? പിന്നെ ഞാൻ അത് തിന്നു, നീ ഇത് തിന്നിട്ടുണ്ടോ, ഞാൻ അങ്ങനെ പോയിട്ടുണ്ട്, എന്റെ കൊച്ചുങ്ങൾ പഠിക്കുന്നുണ്ട്. കൊച്ചുങ്ങൾ എന്ത് ചെയ്യും? അമേരിക്കയിൽ അങ്ങനെ പോയിട്ട് വന്നിട്ട് അവര് അടിച്ചോളി ഓർഡാന്ന് പറയും. അപ്പൊ ഇതാണ് NLPയുടെ ഒരു വിഷയം. അപ്പം യുവാക്കളുടെ ജീവിതത്തിൽ എന്ത് മാറ്റം വരുത്തും? ഒരു ലക്ഷ്യബോധം വരുത്തും. കുഞ്ഞുങ്ങളിൽ എന്താന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ കൊച്ചുങ്ങളോട് രാവിലെ എഴുന്നേക്കാൻ പറയുന്നത്. അപ്പൊ അതിന് നീ അന്നേരം എങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പിന്നെ അത് ഗുണം ചെയ്യത്തില്ല. അത് കുഞ്ഞായി കഴിയുമ്പോൾ നമ്മളിത് പറയും, അയ്യോ കൊച്ചിനെ പാട്ട് പഠിപ്പിച്ചാൽ കൊള്ളായിരുന്നെന്ന് പറയും. മനസ്സിലാവുന്നു? അതുപോലെ യുവാക്കളിൽ വരുന്ന ലക്ഷ്യബോധം വരും. നെഗറ്റീവ് ചിന്ത ഒഴിവാക്കാൻ ഇത് ലഹരിയിൽ നിന്നും ഡിപ്രഷനിൽ നിന്നൊക്കെ മാറിപ്പോകാനൊക്കെ ഇത് സഹായിക്കും. അതുകൊണ്ട് NLP കൊണ്ടുള്ള ഒരു ഗുണം മനസ്സിലായോ? ഇനിയെന്ന് പറഞ്ഞ സമൂഹത്തിന്റെ എങ്ങനെ ഇത് കടപ്പാട് എങ്ങനെ ബാധിക്കും എന്നുള്ളത് NLP. പക്ഷെ NLP ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വേറൊരാളെ കുറ്റം പറയത്തില്ല.
അങ്ങനെ ഒരു ട്രെയിനിങ് ചെയ്ത ഒരാൾ നമ്മുടെ ചിന്തയിൽ മനസ്സിന് ഇത് ആരോടും എതിർപ്പും കുതിർപ്പൊന്നുമില്ല. അത് വേണ്ട, ഐഷാപ്പൂറ്റിയുടെ അത് വേണ്ട. അപ്പൊ മനസ്സിലായോ? മറ്റുള്ളവരെ എന്ത് ചെയ്യത്തില്ല, കുറ്റം പറയത്തില്ല. മനസ്സിലായോ? സ്വയം ചിന്തയും വികാര നിയന്ത്രണവും. നമ്മളല്ലേ ചിന്തിക്കേണ്ടത്, നമ്മളല്ലേ ഈ വികാരങ്ങളെ നിയന്ത്രിക്കേണ്ടത്. വെള്ളം അടിക്കണമെന്ന് വേണ്ടാന്ന് വിചാരിക്കണം നമ്മളാ. അപ്പൊ സഹകരണം, സഹാനുഭൂതി, ലീഡർഷിപ്പ്, അങ്ങനെ എന്തൊക്കെയുണ്ട് ഇതെല്ലാം ബോധിപ്പിക്കുന്നതിന് എന്ത് ചെയ്യും? NLP സഹായിക്കും. അപ്പം കോപമുള്ള ഒരു സമൂഹത്തിൽ നിന്ന് ബോധമുള്ള ഒരു മനസ്സിലേക്ക് മാറും. എന്താ അതിന്റെ എന്ത് പറഞ്ഞു? കോപമുള്ള സമൂഹത്തിൽ നിന്ന് ബോധമുള്ള സമൂഹത്തിലേക്ക് മാറാൻ സഹായിക്കും NLP. ഒരു ഐഡിയ കിട്ടിയോ? അപ്പൊ ഇതെന്തിനാണ് ഞാൻ നിന്നോട് പറയുന്നതെന്ന് ചോദിച്ചാൽ, സമൂഹത്തോട് പറയുന്നതെന്നാണ്, നിങ്ങൾക്ക് നാളുകളിൽ എന്ത് ചെയ്യാം, ഇതനുസരിച്ച് ഒരിടത്ത് പ്രസംഗിച്ചൂടെ? വിദ്യാഭ്യാസത്തിൽ NLP നമ്മളെ എങ്ങനെ സഹായിക്കും? ചില പിള്ളേര് പറയും പഠിച്ചാൽ മനസ്സിലാകുന്നില്ല, പരീക്ഷ എഴുതിയാൽ ജയിക്കത്തില്ല. അതിനെല്ലാം ടെക്നിക്സ് ഉണ്ട്. അത് ഞാൻ വേറെ. അതായത് വിദ്യാഭ്യാസത്തിൽ എങ്ങനെയാന്ന് വെച്ചാൽ എന്ത് പഠിക്കണം, അതൊരു പ്രശ്നം. എങ്ങനെ പഠിക്കണം മനസ്സിലാവുന്നു? ചിന്തിച്ച് പഠിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ആപ്ലിക്കേഷൻ ഓറിയന്റഡ് ആയിട്ടാണ് പഠിപ്പിക്കുന്നത്. തിയററ്റിക്കലായിട്ട് മാത്രമല്ല. ഒരു തിയറി നീ പഠിച്ചാൽ അത് നിന്റെ ജീവിതത്തിൽ എങ്ങനെയാണെന്ന് പറയുമ്പം അത് നീ പഠിക്കാൻ സഹായിക്കും. മനസ്സിലായോ? അപ്പൊ കുട്ടികളിൽ ഒരു സ്വയം എന്തോന്ന് ഒരു വിശ്വാസം കൊണ്ടുവരും. ഭയങ്കര ആനയാചാൻ എന്നുള്ള രീതിയിൽ അവരെ നമ്മൾ അവരുടെ മൈൻഡിനെ എന്ത് ചെയ്യുക, ട്രാൻസ്ഫോം ചെയ്യിപ്പിക്കുക. മനസ്സിലാവും? ഇവർക്ക് മാനസികപരമായ ഒരു ശക്തി ലഭിക്കും. ഇവർക്ക് വിജയിക്കണമെന്നൊരു തോന്നലുണ്ടാക്കും. ഇവർക്ക് സമൂഹത്തിൽ ഒരു ഉത്തരവാദിത്വം ഉണ്ടാവും. ഇവർക്ക് മറ്റുള്ളവരുടെ അക്സെപ്റ്റൻസിനെ അവർ ഡീൽ ചെയ്യാൻ തുടങ്ങും. മനസ്സിലാവുന്നു? ഇങ്ങനെയൊക്കെ കിട്ടുമ്പോൾ ഇവരെന്ത്, ഇതൊക്കെയാണ് NLPയുടെ ഗുണമെന്ന് പറയുന്നത്. ഭാവിയിൽ അന്നേരം എങ്ങനെ NLP സഹായിക്കും? നമ്മുടെ വരുന്ന കാലങ്ങളിൽ ഈ NLPയുടെ വേറെ ആത്മവിശ്വാസമുള്ള ഒരു യൗവനം ഉണ്ടാവും, ലഹരി ഉപയോഗിക്കാത്തവർ വരും, സംരംഭത്തിനുള്ള ഒരു മാനസികപരമായ ശക്തിയുള്ളവർ വരും, ഒരു രാഷ്ട്രത്തിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ, ഇങ്ങനെ രാഷ്ട്രത്തിന്റെ വളർച്ചയെ സഹായിക്കും. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് NLP സഹായിക്കുന്നുണ്ടായാലും എന്തുകൊണ്ട് അത്തരത്തിലുള്ളൊരു വിദ്യാഭ്യാസത്തെ നമ്മുടെ നാട് പ്രോത്സാഹിപ്പിക്കാത്ത? എന്താ എല്ലാരും പറയുന്നു ഇങ്ങനെ എഴുതി കുറെ ആൾക്കാരെ അങ്ങനെ ചിന്തിക്കുക. ആ ഒരു വീട് പോലും അത് തന്നെയാണ് രാഷ്ട്രീയക്കാർ ചെയ്യുന്നത്. അല്ല, അങ്ങനെയൊന്നും ചിന്തിക്കാൻ രാഷ്ട്രീയക്കാരന് ആ ബോധം ഉണ്ടായ അയാളത് മാറ്റും. അതാണ് നമ്മുടെ ആം ആദ്മിയുടെ അയാൾ എടുത്ത സഞ്ജയൊക്കെ അവര് ഗുപ്തയൊക്കെ ചോദിക്കുന്നതിന്റെ കൂട്ടൊരു പ്രശ്നമാണ് വിദ്യാഭ്യാസത്തിന് അടിസ്ഥാനമായ ആണല്ലോ. രാവിലെ ഇത്രയും പേര് നടക്കുന്നുണ്ടോ, ഭയങ്കര. നമസ്കാരം. എന്താ നീ എപ്പോ എന്തുകൊണ്ട് സാറേ? അല്ല, ഇന്ന് രാവിലെ ഓശാന ഞായറാഴ്ച കൊണ്ട് അവര് പള്ളിയിലേക്ക് പോകും. നീ എപ്പോ വന്നിരുന്നില്ല രാത്രി? അത് റോക്കറ്റ് എടുപ്പാ സാറേ. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവരൊരു ബ്ലോവർ ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. ഇതിന് അടിയില് ഇത് ബ്ലോവർ, ഇതിനകത്തൂടെ ഇങ്ങനെ കാറ്റടിക്കും. അപ്പൊ അവിടുന്ന് നമ്മളിങ്ങനെ കറക്കത്തില്ല വീലിട്ട്. പക്ഷെ വേറെ കാര്യമുണ്ട്, വിറകും നല്ലോണം പോവും സാറേ. ഞങ്ങൾ അങ്ങോട്ട് നടക്കട്ടെ, അങ്ങോട്ട് പോട്ടെ. ഓക്കെ, നമ്മൾ എന്തായിരുന്നു പറഞ്ഞേ? അപ്പൊ ഇതിങ്ങനെ എന്താ രാഷ്ട്രീയക്കാരെന്താ ഇത് പഠിച്ചു കഴിഞ്ഞാൽ? രാഷ്ട്രീയക്കാരെന്താന്ന് ചോദിച്ചാൽ, രാഷ്ട്രീയക്കാർ ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, അവരൊരു സിസ്റ്റത്തെ ഫോളോ ചെയ്യുന്നവരാ. സിസ്റ്റത്തെ ബ്രേക്ക് വരുവാ ഇലയപ്പോണ്ടൂടെ. അപ്പൊ സിസ്റ്റത്തെ ബ്രേക്ക് ചെയ്യാൻ പറ്റണം. ആ ബ്രേക്ക് ചെയ്യാൻ ഇവർ തയ്യാറാകത്തില്ല. ഞാനിപ്പോ ചോദിക്കുക, ശബരിമലയിൽ ഒരു വിശ്വാസമുണ്ട്. ആ വിശ്വാസത്തിൽ സ്ത്രീകൾ കയറിയാൽ എന്താണ് പ്രശ്നം? യഥാർത്ഥത്തിൽ RSS ആണ് അതിന് വേണ്ടി കോടതിയിൽ പോയത്. പക്ഷേ കേരളത്തിൽ വന്നത് ഇംപ്ലിമെന്റ് ചെയ്യാൻ തുടങ്ങിയപ്പോ എന്ത് ചെയ്ത് ഇത് അങ്ങനെ അല്ലെന്ന് നീ നിന്റെ ഒരു ബുദ്ധി വെച്ച് പറയണേ. ഇതാ ഞാൻ ഈ പറഞ്ഞ NLP നിനക്ക് വേണമെന്ന് പറഞ്ഞു. അപ്പൊ ഉടനെ എന്ത് ചെയ്യും, ഇവർ നോക്കിയപ്പം കേരളത്തിൽ ആ പണി നടക്കത്തില്ല. അപ്പം എന്താ ഇത്, വിശ്വാസത്തിന് മുറിവേറ്റ്. യഥാർത്ഥത്തിൽ സ്ത്രീകൾ ചിന്തിക്കുന്നില്ല അവിടെ കയറിയാൽ എന്താ പ്രശ്നമാണ്. അപ്പൊ നിങ്ങളുടെ സംസ്കാരത്തെയും നിങ്ങളുടെ മനസ്സിനെയും ഒക്കെ എന്ത് ചെയ്യാം, പണ്ടില്ല ആന കണ്ടിട്ടില്ലേ? ഞാൻ പറയുന്നത് കേൾക്കും. അതെന്താണെന്ന് ചോദിച്ചാൽ NLPക്ക് ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ഞാൻ പറയാം. അതായത് ഒരു കുട്ടിയാന, അത് ജനിച്ചങ്ങോട്ട് വീഴുന്നേ ഉള്ളൂ. ആ ജനിച്ചു വീഴുന്ന ആനയെ നമ്മൾ ട്രെയിൻ ചെയ്യിപ്പിക്കും. എന്തിനു വേണ്ടിയാ? മനുഷ്യൻ ചെറുതാ. എന്താ ആ മനുഷ്യൻ എന്ന് പറഞ്ഞ സാധനം അവന്റെ കാലിന്റെ അത്രയും പോലും ഇല്ല. അവൻ അരച്ച് ശരിയാക്കി കളയും. അതുകൊണ്ട് യവനെ എന്ത് ചെയ്യണം, യവന്റെ തലച്ചോറിൽ എങ്ങനെയാണോ യവൻ ജീവിച്ച് നിൽക്കുന്നത് അവനെ റീവയറിങ് ചെയ്യണം. അവന് ഭയം കൊടുക്കണം. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ വലിയ സാധനമാണ്, അവൻ എന്നെ അടിച്ച് കൊന്നുകളയും. അതിന് ഉള്ള ഏറ്റവും വലിയ മാർഗമാണ് വിശ്വാസം. എന്താ? കാണാത്ത കാര്യത്തിന്റെ ഉറപ്പും ആശിക്കുന്ന കാര്യത്തിന്റെ നിശ്ചയവും. യഥാർത്ഥത്തിൽ അവൻ ചിന്തിക്കുന്നില്ല
ഇവൻ ഒരു തട്ട് കൊടുത്താൽ ഇവൻ 150 മീറ്റർ അപ്പുറത്ത് പോയി വീഴുന്നു. അങ്ങനെ ചിന്തിക്കാതിരിക്കണമെങ്കിൽ അവന് എന്ത് കൊടുക്കണം? അന്ധമായ വിശ്വാസം കൊടുക്കണം. അതിന് ഈ കുട്ടിയാനയന്മാർ എന്ത് ചെയ്യുമെന്ന് അറിയാമോ? നല്ല കൊച്ചുനാളിൽ നല്ല വടത്തിനകത്ത് കെട്ടും, എന്നിട്ട് അടി കൊടുക്കും. ഇപ്പം നമ്മളിപ്പോ ഇങ്ങോട്ട് ബിനുവിന്റെ അടുത്ത പട്ടി റോഡിൽ പോയി തൂറിട്ട് തിരിച്ചു വരുന്നു നീ പറഞ്ഞില്ലേ? അത് കാരണം എന്താ? ഇവൻ അതിനെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നു, അതൊരു വിശ്വാസം കൊടുക്കുന്നു. അങ്ങനെ ഈ ആനയെ അടിച്ചടിച്ച് പൊട്ടിക്കും, ഈ ട്രെയിൻ ചെയ്യിപ്പിക്കും. അപ്പൊ ഈ വടത്തിന്റെ അതിന്റെ കാലേ വീഴും. അപ്പൊ അത് കാലേ വീണ് നമുക്കത് വേദനയായിട്ട് തോന്നും, മനസ്സിലാവുമോ? എന്നാലും യുവമാരി അടി എന്ത് ചെയ്യത്തില്ല, മാറ്റത്തില്ല. കാരണം എന്താ? ആ ആനയുടെ തലച്ചോറി കേറുക, എന്നെ കൊണ്ട് ഈ വടം പൊട്ടിക്കാൻ പറ്റത്തില്ല. എങ്ങനെ? കൊച്ചുനാളിലാണെന്ന് ആലോചിക്കണം. ഇവന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഈ വടത്തിന്റെ ഈ അനുഭവം ഇങ്ങനെ തലയിൽ അങ്ങ് കേറി. ഇനി ഇത് എന്ത് ചെയ്യാൻ ഒക്കത്തില്ല, മാറ്റാൻ പറ്റുന്നില്ല. പക്ഷെ ഈ ആന എത്ര വലുതായാലും അവനെ ഈ ഒരു ചെറിയ തെങ്ങിനകത്ത് ഒരു കയറിനകത്ത് കാണാൻ പിടിച്ച് കെട്ടിയിട്ട് കഴിഞ്ഞാൽ അവന്റെ ചിന്ത എന്താണ്? നിന്റെ ചിന്ത എന്താ? നിനക്ക് തിരിച്ചെപ്പം വീട്ടിൽ പോകണം എന്നുള്ളതാണ് നിന്റെ ചിന്ത. എന്റെ ചിന്ത എന്താണ്? പള്ളി പോയി അപ്പൊ അതാ നീ പള്ളി രാവിലെ വൈകിട്ട് പോയി. എടാ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാ ഈ പള്ളി പോകുന്നതിന് പട്ടിണി വരുന്നത്? അതുകൊണ്ട് ഈ വടം പൊട്ടിക്കാൻ പറ്റത്തില്ലെന്ന് അവന്റെ തലച്ചോറി കയറ്റും, മനസ്സിലാവുന്നു? നീ തന്നെ ഇപ്പൊ ഭയപ്പെട്ട എന്താ? ഞാൻ പള്ളിയെ പറ്റി എന്തെങ്കിലും പറയുമെന്നുള്ള ഭയം. എടാ നിങ്ങളുടെ മനസ്സിൽ ഈ വിശ്വാസം കയറ്റി തന്നേക്കുവാ. നിനക്ക് വിദ്യാഭ്യാസം തരുന്ന എന്തിനാ? ഇപ്പൊ തന്നെ നീ എന്നെ ഞോണ്ടി നിന്റെ മുഖത്തേക്ക്. എടാ പറയുന്ന കേൾക്കടേ, ഇത് നിനക്ക് വേണ്ടി അല്ലല്ലോ പറയുന്നേ. 100-ൽ ഒരുത്തനെ മാറാൻ പറ്റൂ. ഒരു സിസ്റ്റത്തെ ബ്രേക്ക് ചെയ്യാൻ നിനക്ക് അന്ന് ആനയുടെ എങ്ങനെ പൊട്ടിക്കും വടം? എന്നാ ആന വടം പൊട്ടിക്കും. അതെപ്പോഴാ? അതിന് മതമിളകുമ്പോ. എടി നിനക്ക് മതമിളകുമ്പോഴേ നിനക്ക് വട്ടു വന്നാലേ നീ സിസ്റ്റത്തിനെതിര് വരും, മനസ്സിലായോ? നിങ്ങളെ ട്യൂൺ ചെയ്ത് വെച്ചേക്കുവാ. ആ ട്യൂൺ ചെയ്ത് വെച്ചേക്കുന്നതിനകത്ത് മാറാൻ പഠിക്കുന്നതാണ് വിദ്യാഭ്യാസം. ശരി കണ്ടെത്താൻ പറ്റുന്നതാണ് വിദ്യാഭ്യാസം. നമ്മളോട് പറയും ഹിന്ദു ആരാധനകളെല്ലാം തെറ്റാണ്, പറയത്തില്ലയോ? നീ പഠിച്ചു വെച്ചേക്കുമല്ലയോ? ആണോ അല്ലയോ? അതെ ആണോ അല്ലയോ? ഒറ്റ വാക്ക്, ഇനി എക്സ്പ്ലനേഷൻ ഒന്നും വേണ്ട. ഇപ്പൊ തന്നെ ബാലൻ എന്ന് പറയുന്ന എപ്സീൻ ഫയലിനകത്ത് ബാലിനെ ആരാധിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് വ്യവസ്ഥത്തിൽ പറയുന്ന ഒരു സാധനമാണ്. AD 600 സംതിങ്ങിലാണ്. ആ സാധനം ഇന്ന് വലിയൊരു പ്രശ്നമായി മാറി. നിങ്ങൾ ചർച്ച ചെയ്തോ? എന്തുകൊണ്ടാ? വിശ്വാസം തകരും. എന്നാൽ ബൈബിളിൽ അത് കൃത്യമായി പറയുന്നുണ്ട്. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിനകത്ത്. എന്താണ് നിങ്ങളടുത്ത് കൈകാര്യം ചെയ്യാതെ? ഞാൻ അതിനെപ്പറ്റി ഒന്നും കൂടുതൽ പറഞ്ഞു ആരുടെയും. കാരണം എന്താ? ഈ വിശ്വാസത്തോടെ മനുഷ്യൻ ഇങ്ങനെ ഇരിക്കുന്നത്. കൃത്യമായി നിങ്ങൾ ദേവാലയത്തിൽ പോകുന്നതും അമ്പലത്തിൽ പോകുന്നതും കൃത്യമായി നിങ്ങൾ പോയില്ലെങ്കിൽ ഈ സമൂഹത്തിനകത്ത് എന്തുണ്ടാവും? മനുഷ്യൻ മാറി ചിന്തിക്കാൻ തുടങ്ങും, മനുഷ്യൻ ടെക്നോളജിയിലേക്ക് തിരിയാൻ തുടങ്ങും. അപ്പൊ എല്ലാവരും എന്തിനാ അർഹനായി മാറും? സ്വാതന്ത്ര്യത്തിന് അർഹനായി മാറും. വിദ്യാഭ്യാസം എല്ലാവരും ആവശ്യപ്പെടും. അതിൽ ഏറ്റവും നല്ലതാണ് ഇങ്ങനെ ദൈവങ്ങളെ ഉണ്ടാക്കി നിങ്ങൾക്ക് തന്നത്. അപ്പൊ ഏത് ദൈവവും ശരി. ഹിന്ദു പറയുന്നു മുസ്ലിം ദൈവം തെറ്റാണ്, അവിടെ അല്ലേ അടി നടക്കുന്നത്. മുസ്ലിം ദൈവം പറയുന്നു ഹിന്ദുവിന്റെ തെറ്റാണ്, നിങ്ങൾ പറയുന്നു ക്രിസ്ത്യാനിയാണ് ശരിയെന്ന്. മനസ്സിലാവുന്നോടെ? എന്നാൽ അവരെല്ലാം പഠിപ്പിച്ച നന്മകൾ അതിനിടയ്ക്കുണ്ട്. അതെന്താ നിങ്ങൾ ചെയ്യാത്തെ? എന്റെ ലിനി ഇതാണ് പ്രശ്നം. എടേ ഞാൻ ഈ പറഞ്ഞ അതിനെന്ത് ചെയ്യണം? ഈ റീവയറിംഗ് ഇല്ലാതെ നിങ്ങളുടെ മനസ്സിൽ ഇത് വരത്തില്ല. ഈ റീവയറിംഗ് വരാതെ നീ തന്നെ ഇപ്പൊ ഇത് കാണുന്ന ഇപ്പൊ അൻസാരിക്ക് തന്നെ മനസ്സിലാവും നീ എന്തുമാത്രം റീവയർ ചെയ്തു. അല്ല ഒക്കത്തില്ല. എടേ ഇത് ഒക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്തോ ഒരു വലിയ പള്ളി ഭക്തനായിരുന്നു 2014 രാവിലെ ഓടിപ്പള്ളി. ഇന്നും പോവും. പക്ഷെ ഞാൻ പോകുന്ന എന്താണ്? അല്ലെങ്കിൽ എനിക്ക് അമ്പലത്തിൽ പോയാലും എനിക്ക് പ്രശ്നം വരത്തില്ല, എവിടെ പോയാലും പ്രശ്നം വരത്തില്ല. കാരണം ഞാൻ റിയൽ ഗോഡിനെ കണ്ടെത്തി. അത് ഈ പറയുന്ന സർവ്വചരാചരങ്ങളിലുമുള്ള ഒരു എനർജി ആണെന്ന് മനസ്സിലാക്കാൻ ഞാൻ എടുക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ ഏകദേശം 38 വർഷമായിരുന്നു. അതിനുശേഷമാണ് നമ്മൾ തിരിച്ചറിയും. ഞാനിത് പറയുമ്പോൾ പോലും ചിലർ കല്ലെറിയും. എന്താ കാര്യം? എടാ നാറാണത്ത് പ്രാന്തനെ നിങ്ങൾ കല്ലെറിഞ്ഞോ? എറിഞ്ഞോ? എന്നിട്ട് നീ എന്തിനാ അവനെ പറ്റി പഠിച്ചേ? എന്തിനാ അവനെ പറ്റി പഠിച്ചേ? അവൻ ചെയ്ത ഒരു സിമ്പിൾ കാര്യം എത്രയേ ഉള്ളൂ. ഒരു വലിയ കല്ലായിരുന്നോ, വലിയ ഒരു പ്രയത്നം പോലും ഒരു സെക്കൻഡ് കൊണ്ട് താഴെ വീഴുമെന്ന് അവൻ അതിലൂടെ പഠിപ്പിക്കാൻ അത്രയും സമയമെടുത്തു. ഈ പ്രയത്നിക്കുക എന്ന് പറയുന്നത്. എന്നാലും നീ തളരരുത്. ചെറിയ കല്ലെടുത്തോണ്ട് പോയാലും വലിയ കല്ലെടുത്തോണ്ട് പോയാലും ജനം പരിഹസിക്കും. അൾട്ടിമേറ്റ് നിങ്ങൾ ഇതാണ് ചിന്തിക്കേണ്ടത്. നിങ്ങൾ സക്സസിനെ പറ്റി ചിന്തിക്കണം. നിങ്ങൾ ജീവിതത്തിൽ എന്ത് ചെയ്യണം? വളരാൻ ആവശ്യമായതും വിജയമെന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിനെ പറ്റി. ഇതാണ്ട് ഈ സ്ത്രീ അതിരാവിലെ ആ പെൺകുട്ടി എന്ത് ചെയ്യുന്നു? സമയം എന്തായി? 7 മണി 6:30 ആയപ്പോ ആ കുട്ടി എന്ത് ചെയ്യുക? അവിടെ ഇന്ന് പാട്ട പറക്കുക.
ആ കുട്ടിക്കാണ് വിദ്യാഭ്യാസം കൊടുക്കേണ്ടത്. അപ്പൊ ആ കുട്ടി എന്ത് ചെയ്തേനെ? കൃത്യമായി അത് ആപ്ലിക്കേഷൻ നടത്തിയാണ്. പക്ഷെ ആ കുട്ടി വിദ്യാഭ്യാസം ചെയ്യരുതെന്ന് തീരുമാനിച്ചത് ആ കുട്ടിയല്ല, കുട്ടിയുടെ മാതാപിതാക്കളും ഈ സമൂഹവുമാണ്. മനസ്സിലായോ? ഇത് മാറാനാണ് ഞാൻ പറയുന്നത്. പക്ഷെ ഞാൻ നിന്റെ ഇത്രയും വിദ്യാഭ്യാസമുള്ള നിന്നെ എനിക്കിത് പറഞ്ഞ് ധരിപ്പിക്കാൻ പറ്റുന്നില്ല. പിന്നെ ആരോട് പറഞ്ഞ് എനിക്കിത് മനസ്സിലാക്കിക്കാൻ പറ്റും? ആരോട് പറഞ്ഞു കൊടുക്കാൻ പറ്റും? നമ്മളൊരു സിസ്റ്റം ഉണ്ടല്ലോ, ആ സിസ്റ്റത്തിൽ പോകുന്ന ഈ ഒരു ഞാൻ അതാ സൊസൈറ്റി ജീവിക്കണമെങ്കിൽ ആ ഒരു സിസ്റ്റം വേണം. ആര് പറഞ്ഞു? ഞാൻ പറഞ്ഞു സൊസൈറ്റി അല്ലേ. സൊസൈറ്റി ജീവിക്കുന്നതിന് സിസ്റ്റം വരണമെന്നുണ്ടെങ്കിൽ നീ സൊസൈറ്റിയെ കളയണം. നിനക്ക് വേറെ എടുത്തോട്ട് പോകണം. പിന്നെ നീ ജപ്പാനിൽ ചെന്നാൽ ഇതുപോലെ ജീവിക്കാൻ പറ്റും, ഈ ഉളത്തരം കാണി ജീവിക്കാൻ പറ്റും. അവിടെ എടേ നീ ഒരു കാര്യം ആലോചിക്കണം. നിനക്ക് ക്വിറ്റ് ചെയ്യാൻ പറ്റണം. നീ എന്താ എടേ നിന്റെ കൂട്ടൊക്കെ ഒരാളെ ജീവിതത്തിൽ പിന്നെന്താ? അവർക്ക് കൾച്ചറല്ല, അവരെന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. അവർ കൃത്യമായി NLP യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. അവിടുത്തെ എല്ലാരും അല്ല. എടേ നമ്മളൊരു കാര്യം എന്താണെന്നറിയോ? നീ ഒരു സ്വിറ്റ്സർലൻഡിൽ ചെന്ന് കഴിഞ്ഞാൽ ചില രാജ്യങ്ങൾ അങ്ങനെ തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അമേരിക്കയിൽ ഉണ്ടെന്നല്ല. അമേരിക്കയൊക്കെ വെറും കൂറ രാജ്യമാണ്. നിങ്ങളോട് ഇത് പറയുന്ന അമേരിക്ക എന്ന് പറയുന്നത് ഈ ട്രംപ് കാണിക്കുന്ന ഇത് ഒത്തിരി നീണ്ടുപോകും. അതുകൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല. കാരണം എനിക്കാണെന്നുണ്ടെങ്കിൽ എന്റെ കൂടെ നിൽക്കുന്ന എന്റെ ഭാര്യയോട് പോലും ഇത് പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റുന്നില്ല. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലേക്ക് പോകും. ഇതെങ്ങനെയാണ്? ഇത് മാറ്റാൻ പറ്റുന്ന ആരിൽ മാത്രമാണ്? കുട്ടികളിൽ. അല്ലെന്ന് വെറും കുഞ്ഞുങ്ങളിൽ. ഇസ്രായേൽ ചെയ്യുന്നതിന്റെ കൂട്ട്, ചൈന ചെയ്യുന്നതിന്റെ കൂട്ട് കുഞ്ഞുങ്ങളിൽ കൃത്യമായ വിദ്യാഭ്യാസം, ദൈവവും പൂവും ഒക്കെ ഇരുന്ന് അവിടെ അവന് തോന്നുവാ അത് വേണം, അവൻ എടുത്തോട്ട്. മനസ്സിലാവുന്നു? പക്ഷെ അവനെ ശരിയും തെറ്റും പഠിപ്പിക്കാൻ കഴിയണം. ഇല്ല എന്നുണ്ടെങ്കിൽ ഈ 65 ആദ്യം ഒരു കുട്ടിയെ പഠിപ്പിക്കേണ്ട എന്താ? അവൻ മരിക്കും. അത് പഠിക്കുന്ന ഒരുത്തന് മാത്രമേ ഇത് പഠിക്കാൻ പറ്റൂ. എടാ ഞാൻ പറഞ്ഞ ഇപ്പൊ അൻസാരി മരിക്കത്തില്ലെന്നുള്ള വിശ്വാസത്തിലാണ് ഇനിയും പോയാൽ വീട്ടിലും ജീവിക്കാന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഇവിടെ ജീവിക്കുന്നില്ല. അവൻ ജീവിക്കേണ്ടത് അവൻ ഇവിടെ നിൽക്കുമ്പം അവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്യണം. ആ ശരീരത്തിൽ ഇരിക്കുന്നത് ചെയ്യുന്ന ഒരാൾ മരിച്ചാലും ജീവിക്കും. അങ്ങനെയാണ് ബൈബിൾ പറഞ്ഞത്. നീ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്യുന്ന കാര്യം എന്താണോ അതിന്റെ ഫലം. അത് ഫലം വേണമെന്നുണ്ടെങ്കിൽ ഗാന്ധിജി നമ്മൾ ഓർക്കുന്നില്ല, ഒരു കാര്യം പറയാതെ വയ്യ ബ്രോ. മക്കളോട് കൂടെ നടന്ന കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ കേൾക്കാനും ഒരു ഇൻട്രസ്റ്റ് ആണ്. ഇതിപ്പോ ഞങ്ങൾക്ക് കൂടെ കൺഫ്യൂഷനാണ്. കറക്റ്റ് എന്റെ ഷിനു, ഒരു രക്ഷയില്ല. കൊച്ചുങ്ങളുടെ അടുത്ത് പറയുമ്പോൾ